ഹലോ, റിബസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് പഴുത്ത പഴം അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിന് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ ശർക്കരപ്പൊടി കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഏകദേശം നല്ലൊരു കട്ടിയുള്ള മാവിൻ്റെ പരുവത്തിൽ നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് ഇതുപോലെ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒരു ഇച്ചിരി എണ്ണ തടവി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ അട പോലെ ചുട്ടെടുക്കാവുന്നതുമാണ്. ഇതേപോലെ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മേലെ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി തൂവി കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്സാണ്. എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.